ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഐറ്റം എന്ന് പറഞ്ഞാൽ മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസമായില്ലേ വീഡിയോയിലൊക്കെ വന്നിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറി വെക്കാൻ ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തേങ്ങയിലാണ് അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ പിന്നെ കുറച്ച് മുളകും പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് തേങ്ങ നല്ലോണം നമുക്ക് എന്നിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടാണ് നമ്മളിത് ഈ കറി ഉണ്ടാക്കാൻ തന്നെ തുടങ്ങുന്നത് കേട്ടോ. ആദ്യം തന്നെ തേങ്ങ ഒഴിച്ചെടുത്തിട്ടുള്ളൊരു കറിയാണ്. ലാസ്റ്റല്ല കേട്ടോ തേങ്ങ ഒഴിച്ചെടുക്കുന്നത്, ആദ്യം തന്നെയാണ് തേങ്ങ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു മൺചട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൺചട്ടി തന്നെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു വേറെ രസമാണല്ലേ. അപ്പോൾ മൺചട്ടിക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആ മിക്സിൻ്റെ ജാർക്ക് തന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ പാകത്തിന് നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാങ്ങട്ട മീൻ കറിയാണല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങയാണ് എന്ത് ചെയ്തു ആദ്യം തന്നെ വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മാങ്ങ വേവിച്ചേണ്ട യാതൊരു കാര്യമല്ല കേട്ടോ. അപ്പോൾ ഞാനത് മറന്നുകാണ്ട് അങ്ങോട്ട് ആദ്യം തന്നെ വേവിച്ചെടുത്തതാണ്. പിന്നെ അതിക്ക് കുറച്ച് തക്കാളി 2 തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ വേവിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ആ തക്കാളിയും പച്ചമുളകും വേവേണ്ട ഒരു ടൈം മതി നമുക്ക് കേട്ടോ. ആ തേങ്ങയിൽ കിടന്നിട്ട് തക്കാളിയും പച്ചമുളകും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ ഏതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ മീൻ നമ്മളത് വത്തൽ മീനാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വത്തൽ മീൻ എന്നൊക്കെ പറയും, നത്തോലി എന്നൊക്കെയാണ് ചില സ്ഥലത്തൊക്കെ പറയുക. നമ്മളെ നാട്ടിൽ പറയാന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ നമ്മളെ മീൻ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്കുള്ളൊരു താളിപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മീൻ കറിയൊക്കെ നമ്മൾ താളിച്ചെടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് താളിച്ചെടുക്കുമ്പോൾ അത് പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഉലുവ അങ്ങോട്ട് പൊട്ടി വന്നപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അങ്ങോട്ട് മൂത്ത് വരുമ്പോഴാണ് പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ എന്താ പറയുക, ആ കറിവേപ്പില അങ്ങോട്ട് കരിഞ്ഞ് ഉണങ്ങി ഇങ്ങോട്ട് വന്നാൽ ആ കറിവേപ്പിലിൻ്റെ ഒരു മട്ടം കിട്ടില്ല അത്. അപ്പോൾ അതുകൊണ്ട് ഉള്ളി മൂത്തപ്പോഴാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടല്ലോ, ഈ കറി എന്ന് പറഞ്ഞാൽ ഒരു പഴമയുടെ ഒരു ഓർമ്മ വരും കേട്ടോ. ഈ ഒരു കറി അങ്ങോട്ട് കൂട്ടിയാൽ അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു പഴമ രുചിയുള്ളൊരു കറി തന്നെയാണ് കേട്ടത്. മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണല്ലോ, നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഈ ഒരു കറി മതി നമുക്ക് ചോറ് തിന്നാൻ കേട്ടോ. അപ്പോൾ എന്താ പറയാൻ, എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അല്ലാതെ ഇപ്പം എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം.